നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണ്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ചപ്പാത്തി, അപ്പം, പൊറോട്ട, പൂരി, ഇടിയപ്പം, ബ്രെഡ് ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തണം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കടായി, ചീനച്ചട്ടി പോലെയുള്ള പാത്രം വേണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് സ്റ്റൂ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ. പിന്നെ വേണ്ട മസാലകളായിട്ട് ഒരു 3 ഏലയ്ക്ക, ഒരു 5 ഗ്രാമ്പൂ, ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലയ്ക്കയുടെ തൊലി ഒന്ന് പൊളിച്ചിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ സ്റ്റൂവിലേക്ക് നല്ലതുപോലെ ഇറങ്ങും. ശേഷം ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ബേ ലീഫ് ആയതുകൊണ്ടാണ് ഞാൻ 2 ചേർത്ത് വെക്കുന്നത്. ഇവയെല്ലാം ഒരു 5-6 സെക്കൻഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഇതൊരു 10-15 സെക്കൻഡോളം ഒന്നും ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് 2 സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞതും ഒരു 4 പച്ചമുളകും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് ഇളക്കി സവാളയുടെ നിറമൊക്കെ മാറി ചെറുതായിട്ട് സവാള ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറാക്കി ഒന്നും വേണ്ട. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തണം. ചിക്കൻ നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 4-5 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ്റെ കളർ ഇതുപോലെ ഒരു വൈറ്റ് കളറായി മാറും. അത് ആ വൈറ്റ് കളർ ആവുന്നിടം വരെ ഒന്ന് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 15 മുതൽ ഒരു 17 കാഷ്യൂനട്ട് വരെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, ക്രഷ്ഡ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല 1 ടീസ്പൂണും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. എരിവിനനുസരിച്ച് കുരുമുളകും ചേറിൻ്റെ പൊടി, ക്രഷ്ഡ് കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2ാം പാൽ ഒരു 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പൊടി ഒരു 1.5 കപ്പ് വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഒരു ക്യാരറ്റ് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് ചിക്കൻ വേവുന്നിടം വരെ വേവിച്ചെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കറി ഒന്ന് കുറുകി അല്പം ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു 4-5 ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ഉടച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ തവി വെച്ച് തന്നെ ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഉടച്ചതിന് ശേഷം കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ശേഷം കറിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ 1-ാം പാലും ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ജസ്റ്റ് ഒന്ന് സ്റ്റീം വരുന്നിടം വരെ, ഒന്ന് ചൂടാവുന്നിടം വരെ മാത്രം ഫ്ലെയിം ഓണാക്കി വെക്കുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. കറി തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും. ഇനി താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 4 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ചിക്കൻ സ്റ്റൂ അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.